എയർ ഇന്ത്യ പോലും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് കണ്ണടച്ചാൽ, ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ നേരെ പോകുന്നത് ഏതെങ്കിലും ഓടയിലേക്കായിരിക്കും. കൊച്ചി നഗരത്തിലെ വലുതും ചെറുതുമായ എല്ലാ വഴിത്താരകളിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. കൊച്ചിയിലെ കാൽനട യാത്ര സുരക്ഷിതമോ? ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഓടയിൽ കാലുപോയി ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ടത്. വെള്ളം പോകാനുള്ള ഓടയിലേക്കുള്ള കുഴി, സ്ലാബിന്റെ കുഴി അകലം അല്പം കൂടിയതായിരുന്നു അപകടത്തിന് കാരണമായത്. ഇങ്ങനെ ഒരുപാട് ഓടകളുണ്ട്, ഒരുപാട് അപകടം പിടിച്ച സ്ലാബുകൾ കൊച്ചിയിലുണ്ട്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇതിന് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ആരായുകയുണ്ടായി. എന്റെ വൈഫ് കാനൽ വീണ് മഴ സമയത്ത് ഈ മറ്റേ ലേലമക്കര റോഡില് മടം ബസ് സ്റ്റോപ്പ് എടുത്തു. കാനൊക്കെ എല്ലാം നടന്ന് സ്ലാബ് മൂടില്ല, അല്ലുകൂടി വീണു. ആൾക്കാർ പൊക്കിയെടുത്ത് മാറ്റിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. കാലിൽ ഇവിടെ ചെറിയ ചതവ് വീണു. ഇങ്ങനെയൊക്കെയാണ് ചില സ്ലാബ് മൂടില്ല, തുറന്നു വെച്ചിട്ടുള്ളൂ. ബുദ്ധിമുട്ടക്കാർക്കുണ്ട്. ചില സ്ഥലത്ത് നന്നായിട്ട് ചിലർക്ക് തുറന്നു കിടക്കുന്നുണ്ട്. ആൾക്കാർ റോഡൊക്കെ ചില ഭാഗത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചില ഈ മഴയത്ത് വന്നേക്ക് നമുക്ക് റോഡിലൊക്കെ താരിങ്ങ, ശരിക്കും താരിങ്ങല്ല, ഈ ഒരു മഴ പെയ്ത് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന താറ് പൊടിഞ്ഞു പോകും. നേരെ പൊടിഞ്ഞു ആ റോഡ് മോശമായി പോകണം പെട്ടെന്ന്. ശരിക്കും താറിങ് നിൽക്കുന്നില്ല. ഈ അവലിൽ നടക്കുന്ന പോലെ താരിങ്ങാണ് നിൽക്കിയത്. ശരിക്കും താരിങ് ഉണ്ടെങ്കിലല്ലേ അത് പിടുത്തമുണ്ടാവില്ല. താരിങ് മോശമാണ്. ഈ ഹൈവേയിലൊക്കെ താരിങ് നല്ല താരിങ്ങാണ്. അത് കേന്ദ്രമൊക്കെ വന്നു. ഈ സംസ്ഥാന സർക്കാരുള്ള താരിങ്ങൊക്കെ മോശമാണ്. താരിങ് മോശം, വളരെ മോശം. അല്ല മഴക്കാലങ്ങളിലെ കുഴപ്പമാണ്. മഴ വേനൽക്കാലത്ത് കുഴപ്പമുണ്ടാവില്ല. മഴ തന്നെ ഈ റോഡ് നശിക്കണം. പിന്നെ അതോടെ പോലെ പൈപ്പ് ഇടല്, കുത്തി പിടിക്കുക അങ്ങനെ തന്നെ ഇട്ട് വെക്കും. പിന്നെ കുറച്ച് പൊടിക്കാൻ പിന്നെ വണ്ടി പോയി വലിയ തോട പോലെയാവും, വെള്ളം കെട്ടിയെടുക്കും. ടൂ വീലർക്കാരല്ലേ വീണ അപകടം പറ്റുന്ന ഇങ്ങനൊക്കെ സംഭവം പോലെ നടന്ന യാത്രക്കാർ പോണതിലധികം പാലത്ത് വീണ് പോണേ. കുഴപ്പമൊന്നുമില്ല. ഇതാണ് പ്രശ്നം. അത് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ഈ റോഡ് കുത്തി പിടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. കേബിൾ ഇടാനും മറ്റേ ഇതുണ്ടല്ലോ ഗ്യാസ് കണക്ഷൻ ലൈനൊക്കെ വലിക്കുന്നുണ്ട്. അത് ഇട്ടൊക്കെ അതുപോലെ തന്നെ ശരിക്കും മൂടാതെ പോലെ ഈ വെള്ളം വീണും അറിയാൻ പാടില്ലാത്ത പോലെ കുഴിയായി പോകുന്നുണ്ട്. ആൾക്കാർ വീഴുന്നുണ്ടല്ലോ ഉള്ളിൽ. റോഡ് പൊക്കുന്നുണ്ട്, കാടയും പൊക്കുന്നുണ്ട്. അതിനുള്ള സ്ലാബ് മണ്ണൊന്നും വരുന്നില്ല. അങ്ങനെ ഇട്ട് മൂടുക, ടൈലിട്ട് പോവുക. അതാണ് അവരുടെ ഉദ്ദേശം. എന്താ ഉദ്ദേശം എനിക്കറിയില്ല, അവർക്കും അറിയില്ല, നമുക്കറിയില്ല എന്ന് പറഞ്ഞവര്. എപ്പോഴും മഴ തുടങ്ങുമ്പോഴേ ചെയ്യുള്ളൂ. കാനല വാരി പുറത്തിടും. കുറച്ച് കഴിയുമ്പോൾ അത് മഴ പെയ്ത വെള്ളം അങ്ങനെ കാനലോട്ട് പോകും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഗരുതന് അവിടെ അപകടം ഉള്ള സ്ഥലമാണെങ്കിൽ അപകടത്തിന്റെ ഒരു ബോർഡ് വെക്കുക, അല്ലെങ്കിൽ അപകടം അറിയുന്ന ഇത് മുൻകൂട്ടി അത് അതിനുള്ള പരിഹാരം കാണുക. മഴക്കാലത്തിന് മുമ്പേ കാണകളും റോഡുകളും എല്ലാം വൃത്തിയാക്കുക, പണിയുക, അതൊക്കെ ചെയ്യേണ്ടത്. മഴക്കാലത്തിന് മുന്നേ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുക്കുക, പ്ലാസ്റ്റിക് എടുക്കുക, അങ്ങനെയുള്ളതാണ്. പിന്നെ മഴക്കാലത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മറ്റേ വീടുകളിൽ നിന്ന് കുപ്പി, ചിരട്ട അങ്ങനെയുള്ളതൊക്കെ നേരത്തെ എടുക്കണം എന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കൊതുകിന്റെയൊക്കെ ശല്യം കാരണം കൊണ്ട് ചിരട്ട ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കും. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം വീടുകളിൽ നിന്ന് ശേഖരിക്കണമെന്ന് നേരത്തെ ഞങ്ങൾക്ക് ഹെൽത്തിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ കാൽനടക്കാർ സുരക്ഷിതരല്ല. കാരണം നമ്മുടെ ഈ കംപ്ലീറ്റ് ഈ ഓടകളുടെയും സ്ലാബ് ഇടവിട്ട് ഒന്നിടവിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് അത് നന്നാക്കാണ്ടും സ്ലാബ് ഇട്ട് മൂടാണ്ടും ഒത്തിരി ആളുകൾ കാണയിലേക്ക് പോകുന്നുണ്ട്. ഒത്തിരി അപകടങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു സിമിത്തേരി ഉണ്ട്. അതിന്റെ വാതിക്കൽ ഒരു മെഡിക്കൽ ഷോപ്പും ഒരു വാട്ടർ സർവീസിന്റെ സ്റ്റേഷനുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ വർഷങ്ങളായി അവിടെ 2-3 സ്ലാബ് ഒടിഞ്ഞു കിടന്നിട്ട് എത്ര ചേച്ചിമാരാണെന്ന് അവിടെ പള്ളിയിൽ പോണവര്, സിമിത്തേരി പോണവരൊക്കെ അവിടെ വീണേക്കണത്. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ഇത് PWD റോഡാണ് ഈ കാണുന്നത്.
ഇവിടുത്തെ MLA മുമ്പ് PT തോമസ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ വൈഫ് ഉമാ തോമസ് ആണ്. ഉമാ തോമസിന്റെ അടുത്തൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട് അത് അവരൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്, ഇത് കൗൺസിലറാണ് ചെയ്യേണ്ടതെന്ന് പറയും. കൗൺസിലർമാരോട് ചോദിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് PWD റോഡാണത്. അത് അവരാണ് PWD ആണ് ചെയ്യേണ്ടത്. അതിന്റെ ഉത്തരവാദിത്തം MLA ആണ് ഏറ്റെടുക്കേണ്ടത്. അത് കൗൺസിലർമാരുടെ തലയിൽ വെച്ച് അങ്ങാടും ഇങ്ങാടും ഇട്ട് പീട്ടലാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഈ മരങ്ങളൊക്കെ ഭയങ്കര അപകട സാധ്യതയായിട്ട് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്ന കാര്യമൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടും എന്തെങ്കിലും വീണ് വണ്ടികളുടെ പുറത്തോട്ട് വീഴുകയും വല്ല അപകടങ്ങളൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഇത് വെട്ടാറുള്ളത്. മുൻകൂട്ടി നമ്മൾ എത്ര പ്രാവശ്യം സൂചിപ്പിച്ചിട്ടും ഇതൊന്നും വെട്ടാറില്ല. ഇവിടെ ഇപ്പൊ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഒരു മരം ഞങ്ങളൊരു 6-7 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു ഈ പൈപ്പിലുണ്ടായ ഈ റോഡിന്റെ അറ്റം. ഇന്ന് രാവിലെ അത് വീണ് ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് ഇപ്പോഴാണ് അത് മാറ്റി ഇത് ചെയ്തത്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തായാലും ഇപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അത് MLA-മാരുടെയും ഒത്തിരിയേറെ പാളിച്ചകളുണ്ട്. അതൊക്കെ പരിഹരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ കാണയിലൊക്കെ ഇങ്ങനെ ആളുകൾ വീണ് കാലൊടിയൊക്കെ ഉണ്ടാവും. അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ കാണയിൽ ഈ തോട്ടിലോ ഇതിന്റെ മുകളിലൊക്കെ സ്ലാബ് ഇടേണ്ട കാര്യം അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ തൊട്ടടുത്ത് ഒത്തിരി ഇത് കാണിക്കാൻ പറ്റും. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തൊരു സ്ത്രീ ഓടയിൽ വീണു. ഈ ഓടയിൽ വീണതിന്റെ അവിടുന്ന് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നു. ഈ കിടക്കുന്ന സ്ലാബുകൾ മുഴുവൻ ഈ വാട്ടർ അതോറിറ്റി പല സ്ഥലത്തു നിന്നായിട്ട് എടുത്ത് ഇവിടെ ഒരാവശ്യമില്ലാണ്ട് അട്ടിയിട്ട് വെച്ചിരുന്ന സ്ലാബുകളാണ്. മഴക്കാലം വന്നപ്പോൾ 2 കൊണ്ടൊക്കെ എടുത്തിട്ട് ഇവിടെ കടക്കാർ ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ വയ്യാത്ത കാരണം എടുത്ത് ഇവിടെ ഇട്ടു. പഴയ സ്ലാബാണ്. ഇതിലേതെങ്കിലും ഒരു സ്ലാബ് അവിടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ ആ സ്ത്രീ അങ്ങനെ വീടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് സ്ത്രീ രക്ഷപ്പെട്ടത്. 1000-കണക്കിന് ഇതുപോലത്തെ പഴയ മാറ്റിയിട്ട സ്ലാബുകൾ കൊച്ചി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. 1000-കണക്കിന്, 1-2 അല്ല, 1000-കണക്കിന്. എനിക്ക് നേരിട്ടറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ പഴയ സ്ലാബുകളെങ്കിലും എടുത്തിട്ടിട്ട് ആളുകൾക്ക് അപകടം പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ നിസ്സാര ചെലവല്ലേ വരുള്ളൂ. അതിന് സാമ്പത്തിക പ്രയാസമില്ലല്ലോ. ഏത് അതോറിറ്റി ആയാലും, വാട്ടർ അതോറിറ്റി ആയാലും സർക്കാരായാലും കോർപ്പറേഷൻ ആയാലും ആരായാലും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും യാതൊരു സുരക്ഷിതത്വമില്ല. പല നയങ്ങളും പരിപാടികളും ഒക്കെ ആവശ്യത്തിന് പല കാര്യങ്ങളും നല്ലത് സർക്കാർ ചെയ്യണ്ടാവും, കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ മുഴുവൻ അഭിപ്രായവും അതുകൊണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഇപ്പൊ 4-5 ദിവസം മുൻപ് മഴയായിരുന്നു, വെള്ളക്കെട്ട് പല ഭാഗത്തും ഉണ്ടായി. ഇത് കൊച്ചിയിൽ ആദ്യമായിട്ടല്ല. കൊച്ചിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സീ ലെവലിൽ താഴെയാണ്. സംഭവം ശരിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ 50-60 വർഷക്കാലമായിട്ട് ഇത് ഇതിന് പരിഹാരം കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. ആർക്കും സാധിക്കുന്നില്ല. തെക്കോട്ടോ വടക്കോട്ടോ തിരിച്ചുവിടാനോ പേരണ്ടൂർ കനാല് ക്ലീൻ ചെയ്യാൻ പോണെന്ന് എല്ലാ മഴക്കാലത്തും പറയുന്നതാണ്. ഈ മഴക്കാലത്ത് മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് കിടന്നിട്ട് ഒരു ക്രെയിൻ പോലത്തെ എന്തോ യന്ത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ കോരി മാറ്റേണ്ടായിരുന്നു. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞ് വെള്ളക്കെട്ടായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സർക്കസ് കാണിക്കുന്നതല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. സാമ്പത്തിക പ്രയാസമാണ് അവർ പറയുന്ന കാര്യം. പക്ഷേ സാമ്പത്തിക പ്രയാസം മഴ വരുമ്പോൾ ഇല്ലല്ലോ. മഴ വന്ന ആളുകൾ പത്രങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ സാമ്പത്തിക പ്രയാസം എങ്ങനെയോ മാറുന്നുണ്ട്. അതിനു മുൻപ് ഇപ്പൊ പ്രീ പ്ലാനിംഗ് ഇല്ലാത്തതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ഇപ്പൊ ഇതിലെ കൂടി മെട്രോയുടെ പണി തുടങ്ങുന്നതിന് ഗതാഗതം ഇതിലുവഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ റോഡ് വൈഡനിങ് എന്ന് പറഞ്ഞ PT തോമസിന്റെ കാലത്ത് പറഞ്ഞാണ്. അദ്ദേഹം അന്തരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യ MLA, രണ്ടാമത് MLA, അല്ല ആദ്യ MLA. എന്നിട്ടും ഇത് ഇവിടെ ഒരു പണിയും നടന്നിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കാലതാമസം. ഈ പറഞ്ഞ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ നടക്കൂ എന്നുള്ള പഴയ രീതി ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ കനത്ത നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥലത്തും ഇതുപോലെ തന്നെ മഴക്കാലത്ത് ഓടയിൽ വീണും. കൊച്ചുകുട്ടികളാണെങ്കിലോ ഇപ്പോൾ വിദ്യാലയങ്ങളൊക്കെ തുറന്നു, ഇപ്പോൾ വല്ല സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ആ സ്ത്രീ കുറച്ച് മുതിർന്ന സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് പോരാനാണെങ്കിൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാനോ അല്ലെങ്കിൽ ആരുടെയും സഹായത്തോടെ എഴുന്നേക്കാൻ സാധിച്ചു. കൊച്ചുകുട്ടിക്കാണത് പറ്റില്ല. ആ കൊച്ചു കാണൽ വീണു. കോഴിക്കോട് നമ്മൾ കണ്ടാണ്, വലിയൊരാള് മാലിന്യ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി അവിടെ കിടന്ന് മരിച്ചുപോയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുപോലുള്ള പല സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകാണ്ട് കൊച്ചി കോർപ്പറേഷന്റെ മാത്രം കുഴപ്പമല്ല, എല്ലാ നഗരസഭകളും സർക്കാരും ഈ കാര്യത്തിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ശോഭപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നും സംഭവിക്കുന്നുണ്ട്. ഇവിടെ റോഡ് കാണയൊക്കെ ബ്ലോക്കും വെള്ളവും അലമ്പായി കിടക്കുകയാണ്. വേറെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കൊക്കെ. വളരെ വിഷമം, പ്രയാസങ്ങൾ ഇതൊക്കെയുണ്ട്. യാത്ര നടക്കാനും ബുദ്ധിമുട്ട്. ഇവിടെ ബ്ലോക്ക് എപ്പോഴും ബ്ലോക്കാണ്. ഒരാഴ്ച മുമ്പ് ഞാൻ ഈ വഴിക്ക് പാസ് ചെയ്യുന്ന സമയത്ത്
സ്വിഗ്ഗിയിൽ ഓടുന്ന ഒരു ചെറുപ്പക്കാരൻ ബൈക്കുമായിട്ട് ഇവിടെ വീണു, ഈ കുഴിയിൽ വീണ് കഴിഞ്ഞ് അവനെ എടുത്ത് എഴുന്നേൽപ്പിച്ച് വലിയ പരിക്കുകളൊന്നുമില്ല. ഞാൻ അവനെ വിട്ടിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് കൺട്രോൾ റൂം പോലീസിനെ വിവരം അറിയിക്കുകയും കൺട്രോൾ റൂം വണ്ടി ഇവിടെ വന്നു. ഒരു ASI, ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ASI 2 പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം GCDയിലെ എഞ്ചിനീയർമാരെ ഞാൻ വിളിച്ചു വരുത്തി രാത്രി. അപ്പൊ അവര് വന്ന് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പല പ്രാവശ്യവും ഇതിന്റെ എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നുവെങ്കിലും സാങ്ഷൻ ആക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അയാളോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെതിരെ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ എറണാകുളം നോർത്ത് ട്രാഫിക് ASI GCDക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതിന് തെറ്റായിട്ടുള്ള ഒരു മറുപടിയാണ് GCD അയച്ചിരിക്കുന്നത്. അത് ഇത്രയാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് KMRLനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. ഞാൻ KMRL പോയിരുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ എഞ്ചിനീയറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഫുട്പാത്ത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടുള്ളൂ. അത് സാമ്പത്തിക പരിമിതി മൂലം അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, റോഡ് പണി തീരാതെ ഈ കാനപണി തീർത്തു കഴിഞ്ഞാൽ വെള്ളം ഒരു കാരണവശാലും പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് എപ്പോഴും റോഡ് മുങ്ങിയേ കിടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 24 മണിക്കൂർ ഒരു മഴ പെയ്ത് അപ്പം തന്നെ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ GCDയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രി ഐരാവത് എന്ന് പറയുന്ന കർണാടക എറണാകുളം ബാംഗ്ലൂർ ബസ് ഇന്നലെ രാത്രി ഈ കുഴിയിൽ വീണിട്ട് ബ്രേക്ക് ഡൗൺ ആയി. ഇന്ന് രാവിലെ 9:30 പോലീസ് എത്തി ആ വണ്ടി റിക്കവറി വാൻ വെച്ച് എടുത്തിട്ട് പോകുന്നത് വരെ GCDയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും വന്നില്ല. അതിനുശേഷം 10:50 കൂടിയിട്ടാണ് GCDയിലെ ദീപക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ വന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ്. പക്ഷെ റിപ്പോർട്ട് ഷോ ചെയ്യാൻ അവർക്ക് പറ്റില്ല. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുമല്ലോ. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് GCയുടെ ഭാഗത്തുനിന്നുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ജീവനുകൾ ഇനിയും പൊലിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കണ്ണ് തുറക്കുള്ളൂ. ഒരുപാട് ജഡ്ജിമാർ ഈ വഴിക്ക് പോകുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ പല ജഡ്ജിമാരും, ഹൈക്കോടതി ജഡ്ജിമാരും, അവരൊന്ന് മനസ്സ് വിചാരിച്ചെങ്കിൽ സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. ഇത്രയും അപകടങ്ങൾ സംഭവിച്ചിട്ടും ഇത്രയും റോഡുകൾ ബ്ലോക്കായിട്ടും 4 ആംബുലൻസുകളാണ് രാവിലെ ഇവിടെ ബ്ലോക്കായി കിടന്നത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസിന് രോഗിയായിട്ട് പോണത്. അതുപോലും ഇതുപോലെയുള്ള ബ്ലോക്കുകളിൽപ്പെട്ട് ജീവനുകൾ പൊലിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം GCDക്കും അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കാണ്. പോലീസ് അവരുടേതായിട്ടുള്ള ഭാഗം അപ്പം ഒന്ന് ട്രാഫിക് ക്ലിയർ ചെയ്യുന്നുണ്ട്. GCD ആണ് അതിന് പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ. GCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പല ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും ഞാൻ വിവരാവകാശ രേഖകൾ എടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, ഈ ഓഫീസിൽ എത്ര പേര് അഴിമതിക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് കേസ് നേരിടുന്നവരെന്ന്. എനിക്ക് GCD തന്ന മറുപടിയിൽ മുൻ സെക്രട്ടറി അടക്കം 4 പേര്, മൊത്തം 5 പേര് അവിടെ അഴിമതിക്കാരുണ്ട്. ഇങ്ങനെ അഴിമതിക്കാരുള്ള ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരാൾക്കും നീതി കിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ജീവനുകൾ പൊലിയും ചെയ്യും. അപ്പോൾ പോലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് 1ാം മോദി സർക്കാരിൽ TDP അംഗമായിരുന്നു. അന്നും ഇതേ വകുപ്പാണ് TDPക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ NDAയുടെ തന്നെ 2ാമത്തെ കക്ഷിയായി നിൽക്കുമ്പോഴും അതേ വകുപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. രാംമോഹൻ നായിഡു ഇത്തവണ മന്ത്രിയാകുന്നു. കഴിഞ്ഞ 2014 അത് അശോക് ഗജപതി രാജുവായിരുന്നു. വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സംസ്ഥാനങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ മറ്റ് ചില ആവശ്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ BJP വഴങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പ്രത്യേക സാമ്പത്തിക സഹായം, പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ധാരണ ഈ 2 പാർട്ടികളുമായി ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് തന്നെയായിരിക്കാം ഇപ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് ഈ റോഡ് ഒരുപാട് കാലങ്ങളായിട്ട് ആ പൊട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ ഈ ഒരു MLAയോട് പറഞ്ഞ്, കൗൺസിലറോട് പറഞ്ഞ്, എന്നിട്ടൊന്നും ഇതുവരെയും അതൊന്ന് ശരിയാക്കി 2-3 പ്രാവശ്യം ശരിയാക്കിയെന്ന് പറഞ്ഞ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് അപ്പോൾ തന്നെ അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ അത് പോയി കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അന്ന് അത് മറ വെച്ച് അത് കറക്റ്റാക്കി ഒന്നും ചെയ്യാതിരിക്കുകയാണ്. കുറെ നാളുകളായി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട്. പിന്നെ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി റോഡിന്റെ വികസനം നടത്താൻ പോകണമെന്ന് പറഞ്ഞ് പിന്നെ ട്രാഫിക് കമ്മീഷണർ എല്ലാവരും വന്ന് ചെയ്തു പോയിട്ട് ഇപ്പൊ ഒരു 6 മാസമാകാൻ പോണ്. ഇതുവരെയും അതിനുള്ള യാതൊരു എന്തുണ്ടായിട്ടില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്ലോക്കായിരിക്കും. ഒരാൾക്കും ഈ കാൽനട യാത്രക്കാർക്ക് പോകാനും പറ്റില്ല,
അതും ഫുട്പാത്തിലും അതൊക്കെ ഇട്ട് കയറി വീടിന്റെ കട അകത്തൂടെയൊക്കെ കയറിയൊക്കെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ആ ടൂ വീലർകാരാണെങ്കിലും ഓട്ടോറിക്ഷക്കാരാണെങ്കിലും എല്ലാം ബ്ലോക്കിൽ കടന്ന് ജംഗ്ഷൻ വരെ പലരുടെ ജംഗ്ഷൻ വരെ ഈ സംസ്കാര ജംഗ്ഷൻ മുതൽ പലരുടെ ജംഗ്ഷൻ വരെ എപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. ഒരുപാട് പേർക്ക് കാലൊളുങ്ങിയും വണ്ടിയിൽ നിന്ന് വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കട്ടറും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് ഒരിക്കലും മാറാത്ത രീതിയിലാണ്. അതായത് ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി മരങ്ങൾ വെട്ടിയിട്ട് റോഡ് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 6 മാസം അത് ഒരുപാട് MLA വലിയൊരു യോഗമൊക്കെ പിന്നെ വായനശാലയിലേക്ക് ചേർന്നാണ്. അതിനൊരു സ്കീമൊക്കെ ഉണ്ടായിക്കൊണ്ടെന്ന് അതിപ്പോ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഇതുവരെയും അത് ചെയ്തിട്ടില്ല. എല്ലാം മറിഞ്ഞ് വെള്ളപ്പൊക്കത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാൻ ആൾക്കാർക്ക്. പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട്. അതൊക്കെ വിഷമമാണ് എല്ലാവർക്കും. വണ്ടി ആയാലും ഓട്ടോറിക്ഷക്കാരായാലും പിള്ളേർക്കായാലും ഞങ്ങൾക്കായാലും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം വരുമ്പോ കുഴിയല്ലേ, വണ്ടി പോകുമ്പോ ചരിയണുണ്ട്, സ്കൂട്ടർ മറിഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. റോഡ് ഓൾറെഡി ഇത് ഈയിടെ നന്നാക്കിയാണ്. ഒരു 6 മാസം, ഒരു 2 വർഷമായുള്ളൂ. പക്ഷെ എന്നാലും വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. ഓടയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഓടയൊക്കെ ഇപ്പോഴും ഭയങ്കര പ്രശ്നമായിട്ട് മാലിന്യവും കൊതുകിന്റെ ശല്യം ഭയങ്കരമാണ്. നിൽക്കാൻ പോലും പാടില്ല. ഇപ്പോഴും നോക്കിയാൽ വെള്ളക്കെട്ട് ഇപ്പോഴും ഈ ഓടയിലുണ്ടാവും. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. എന്നിട്ട് ഈ അധികാരികളൊന്നും ഇതിനെപ്പറ്റി തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്കോ ഒന്നിനും ഇതുവരെയും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ വോട്ടിന്റെ സമയത്ത് മാത്രം വന്ന് വോട്ട് മേടിച്ചോണ്ട് പോകുന്നതല്ലാതെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇനിയും ജനങ്ങളിൽ നിന്ന് വോട്ടും കാര്യങ്ങളും ഒക്കെ വരികയുള്ളൂ. അതുകൊണ്ടാണിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വേറെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത്. അതുപോലുള്ള ആൾക്കാർ ഇപ്പൊ 2020 പോലുള്ള സ്ഥലങ്ങളിൽ നല്ല നീറ്റായിട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഓടയിൽ കാലുകുത്തി വീഴുന്നത് മാത്രമല്ല, ഇതുപോലുള്ള ടെലിഫോൺ പോസ്റ്റിൽ ഉണ്ടാകുന്ന വയറുകൾ ഇതുപോലുള്ള എല്ലായിടവും ചുരുണ്ട് വീഴുന്നുണ്ടാവും. പലതും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ കാര്യങ്ങളിൽ ഓട കറക്റ്റായിട്ടുള്ള സ്ലാബുകളില്ല, സ്ലാബ് ഇല്ലാത്ത പോർഷനുകളുണ്ട്, വെള്ളം കെട്ടിക്കിടക്കുന്ന പോർഷനുകളുണ്ട്. ഇതിലൊക്കെ വീഴുന്ന ഒത്തിരി ഇതിപ്പോ ഒരു പ്രശ്നമല്ല, ഇതുപോലെ ഒത്തിരി അനേകം ആൾക്കാർ വീഴുന്നുണ്ട്. പലരും ബൈക്കായിട്ടും വീഴുന്നുണ്ട്, അല്ലാതെ കാൽനടയും വീഴുന്നുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ചില വേറിട്ട 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം സംഭവിക്കുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ അധികാരികൾ മനസ്സിലാക്കി അതുപോലുള്ള ഈ കൊച്ചിൻ കോർപ്പറേഷനൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് ഈ കാണയും ക്ലിയർ ചെയ്ത് പോകേണ്ടതാകുന്നു. ഈ ഓടയും അതുപോലുള്ള പല റോഡ് നല്ല ക്ലിയർ ആക്കി പോകേണ്ടത് കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു അനാസ്ഥയാണത്. തന്നെ വെള്ളം നിറഞ്ഞ എല്ലാ സ്ഥലവും വെള്ളത്തിൽ മുങ്ങി. പിന്നെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ വേറൊന്നല്ല, കാണ ഉള്ളതുകൊണ്ട് കാണയിൽ വെള്ളം നിറയുമ്പോൾ കക്കൂസ് കുളിമുറി എല്ലാം പിന്നെ നമുക്ക് കുളിക്കാനും ഒന്നിനും ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന റോഡ് തന്നെ ഉണ്ട്. ഇതൊക്കെ ആകെ ഇത്ര നാളായി ഇങ്ങനെ കിടക്കണമെന്നറിയാമോ. ആദ്യം നൈസിങ് അറിയാത്ത എപ്പോൾ നോക്കിയാലും ഓട്ടോറിക്ഷ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ഓട്ടോറിക്ഷ എപ്പോൾ നോക്കിയാലും അതിൻ്റെ അകത്ത് വീഴുകയും ഇന്നാളെ ഒരാൾ ആ കുഴിയിൽ വീണു. അത് ഞങ്ങൾ തന്നെ ഇടയ്ക്ക് വന്ന് അവിടെ മെറ്റിലും കാര്യങ്ങളെല്ലാം ആയിട്ട് റെഡിയായി കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ തന്നെ അതേപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ പാലയിടത്തോട്ട് ചെല്ലുമ്പോഴും അവിടെയൊക്കെ മൊത്തം ബ്ലോക്കാണ്. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതിലൂടെ വണ്ടി ഓടിക്കാനേ പറ്റില്ല. ഒരു ഓട്ടം പോലും കിട്ടില്ല. ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കിയിടുകയും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അത് ഇതിലേ പോകുമ്പോഴൊക്കെ ആ സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പാണ്. അവിടുന്ന് എതിരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. സൈഡിലോട്ട് ഇറക്കാൻ പറ്റില്ല. ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി സൈഡിലോട്ട് വരും. അപ്പൊ അങ്ങനെയാണ് ഈ സൈഡിലുള്ള റോഡിന്റെ പ്രശ്നങ്ങൾ. ഈ സൈഡാന്നുണ്ടെങ്കിൽ അവിടെ മുതൽ അങ്ങോട്ട് മൊത്തം ബ്ലോക്കായിരിക്കും. വണ്ടി ഓടിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. വെള്ളക്കെട്ടുള്ളത് ആ സ്റ്റേഡിയത്തിന്റെ ഭാഗങ്ങളാണ്. അവിടെ ഈ സൈഡിൽ വെള്ളക്കെട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ ബാക്കിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അവിടെ ആ സ്റ്റേഡിയത്തിന്റെ ബാക്ക് മുതൽ അങ്ങേറ്റം ആ പള്ളിയോളം വരെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഈ പക്കത്തിൽ വെള്ളം നടന്നു പോണവര് കാണിയുടെ പുറത്തുകൂടി കയറി പോകണം. അതും ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കാണിയിലോട്ട് ചിലപ്പോൾ സ്ലാബ് ഉണ്ടാവില്ലല്ലോ, അഴിച്ചിങ്ങോട്ട് താഴെ വീഴുകയും ചെയ്യും. അപകടം ഉണ്ടാവും. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഈ കൊച്ചി ദേശത്ത് ഉള്ള കാണകളിൽ നിങ്ങൾ ആവശ്യമുള്ള ഗ്രില്ലിട്ട സ്ലാബുകൾ ഇടുകയാണെങ്കിൽ കുറെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കാൽനടക്കാർക്ക് പോകാം.
മാത്രമല്ല ഈ അറ്റകുറ്റപ്പണി ചെയ്യാത്തത് കൊണ്ട്, സ്ലാബ് ഇടാത്തത് കൊണ്ട് ആൾക്കാർ അതിൽ വീഴുന്ന പതിവ് ഈ മെയിൻ റോഡുകളിൽ മാത്രമല്ല ഇട റോഡുകളിലും വെള്ളം നിറയുമ്പോൾ സംഭവിക്കാറാണ്. എത്രയും പെട്ടെന്ന് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ കാൽനടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കാറ്. ഇവിടുത്തെ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ മാലിന്യം വന്ന് അടിയ സ്ഥലം നമ്മുടെ ഈ കാണാം. രാത്രി നമ്മൾ കൊതുകൾ, അത് രോഗങ്ങൾ മാറുള്ള ഭയങ്കര വൃത്തിഹീനമായിട്ട് കാണുന്നതാണ്. ഇപ്പൊ നോക്കാനുള്ള മേലധികാരികളൊന്നും ഇല്ല ഇവിടെ. ഇവർ ഈ ഇലക്ഷൻ കഴിഞ്ഞ പോക്കല്ലാണ്ട് വന്ന് തിരിഞ്ഞു പോക്കല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നാട്ടുകാരാണ് ഇവിടെ ചെറിയൊരു കടയൊക്കെ നടത്തുന്നത്. രാത്രി ആകുമ്പോൾ കൊതുകിന്റെ ശല്യമാണ്. കാണയൊക്കെ ക്ലീൻ ആക്കിയാലല്ലേ ഇതൊക്കെ മാറുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിക്കാനായിട്ട്. കാണാന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ റോഡിനറ്റത്ത് തന്നെ ഒരു കാണയിൽ ഒരു പയ്യന്റെ കാല് പോയി, ഞങ്ങളെ കൂടി പോയി പൊക്കിയെടുത്തത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഈ ഇവരെ കൂടി ഉണ്ടാക്കിയെടുക്കണം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. റോഡെന്ന് പറഞ്ഞാൽ ഈ മുമ്പിൽ, ഈ കടയുടെ നേരെ മുമ്പിൽ തന്നെ വലിയ കട കൂടിയാണ്. എന്റെ ഓർമ്മയിൽ 3-4 കൊല്ലം അതൊക്കെ തന്നെ നടക്കുന്നത്. ഇതുവരെ ഒരാള് കണ്ണൂരിലുള്ള എത്ര പേരാ കുഴിയിലൊന്നും വീണെന്ന് ഫാമിലി ആയാലും. കൊച്ചിയിൽ കാൽനട യാത്രക്കാർ മാത്രമല്ല, ഒരു വിധത്തിലുള്ള യാത്രക്കാരും സുരക്ഷിതല്ല. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ്. ഇവിടെ പി.ടി. തോമസിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഏരിയയിൽ ഈ 44 ഡിവിഷനിൽ കാരണക്കോടത്തെ വെള്ളക്കെട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതിഷേധമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് മീറ്റിംഗൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്താകാൻ സാധിച്ചിട്ടില്ല. ഓരോ മഴ വരുമ്പോഴും വെള്ളപ്പൊക്കമുണ്ട്. ഇപ്പോൾ പി.ടി. തോമസ് ഇരിക്കുന്ന വീട് പോലും വെള്ളത്തിനടിയിലാണ്. ഇപ്പോൾ അവർ വീട് പൊക്കി ഹൈറ്റ് കൂട്ടിയൊക്കെ ചെയ്തിരിക്കുകയാണ് അവർ വെള്ളത്തിന് രക്ഷപ്പെടാനായിട്ട്. ഇത് സാധാരണക്കാർക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് പലതവണ പല മാറി വരുന്ന പാർട്ടിക്കാരും ഭരിച്ചിട്ട് പോലും ഇതുവരെയായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും മഴ വന്ന വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഇത് എന്നാണ് ഇത് അവര് പല ആസൂത്രണ പദ്ധതികളൊക്കെ ആയിട്ട് വരണ്ടെന്ന് പറയണ്ടെങ്കിലും, പക്ഷെ ഇതൊന്നും നിലവിൽ ഒരു വിധത്തിലും ഇവിടെയുള്ള വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇനി ഇവര് ഇത് പരിഹരിക്കാൻ കണ്ടെത്തുന്ന വഴിയെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പല മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും വെള്ളക്കെട്ട് ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. കാൽനടക്കാർക്കൊന്നല്ല, ഒരു വിധത്തിലുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. MG റോഡിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, MG റോഡൊക്കെ സംഭവിച്ചു. ഇതുപോലെ വിവിധ മേഖലകളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് തന്നെ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സ്ഥിരം ഈ റോഡിലൂടെയുള്ള യാത്രക്കാരനാണ്. ഇവിടെ സാധാരണ കണ്ടുവരാറുള്ളത് ഓരോ അരമണിക്കൂറിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള കുഴികൾ എടുത്തിട്ടാണ് അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞെടുക്കണമെങ്കിൽ അതിനകത്ത് പോയി ഒന്നുകിൽ ആൾ മരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ അയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യും. ഇതാണ് ഇവിടെ സ്ഥിരം കാഴ്ചകൾ കണ്ടിട്ടിരിക്കുന്നത്. ഇത്രയും തിരക്കേറിയ റോഡിൽ യാത്രാ സൗകര്യം ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് ഇത്രയും നാളായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മൾ റോഡ് ടാക്സ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഏത് വണ്ടിയാണെങ്കിലും പോലീസുകാർ തടഞ്ഞു നിന്നിട്ട് നിങ്ങൾ ടാക്സ് കൃത്യമായിട്ട് അടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ടാക്സ് സർക്കാരിന് കിട്ടേണ്ടതാണ് ആവശ്യം. അല്ലാതെ ഓരോരുത്തർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതല്ല സർക്കാരിൻ്റെ ഉദ്ദേശം. അതിന് പോലീസുകാർ നിന്ന് എല്ലാം നോക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യാത്രാ സൗകര്യം എന്തുകൊണ്ട് ഏർപ്പെടുത്തുന്നില്ല? എല്ലാവരോടും കൃത്യമായിട്ട് എല്ലാ വർഷവും ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരോടും ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. വാഹനം എടുക്കണമെങ്കിൽ ടാക്സ് കൊടുക്കാതെ വാഹനം പുറത്ത് നിരത്തിറക്കാൻ പറ്റില്ല. ഓരോ 15 വർഷം കൂടുമ്പോഴും പുതുക്കാനായിട്ട് പ്രത്യേക നിർദ്ദേശമുണ്ട്. എന്തു തന്നെയായാലും എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് നമ്മുടെ ഇവിടെ ഇത്രയും വികസനമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും മാറാത്ത ഈ അപകടങ്ങൾ എന്നും ആശുപത്രിക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ദിവസവും. ഇന്ന് ഒരു 10 പേരെങ്കിലും വരുമെന്ന് അവർക്കറിയാം. ഇവിടുത്തെ റോഡ് സൗകര്യം ഇതായതുകൊണ്ട് അപകടം ഉണ്ടാകുമെന്നും രോഗികൾ വരുമെന്നും. ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കുന്നവർക്ക് ക്ലെയിം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്ന ആളെ തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഒരു നല്ല യാത്രാ സൗകര്യം. ഇവിടെ എന്തൊക്കെ വികസനം ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ഭരിച്ചാലും നമ്മുടെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആര് എന്ത് സ്വീകരിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ആളുകൾ സുഖമായി ജീവിക്കാൻ പറ്റണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഫുട്പാത്തുകൾ, മെയിൻ റോഡുകളുടെ 2 സൈഡിലുള്ള ഫുട്പാത്തുകൾ നന്നായിരിക്കണം. അതിപ്പോൾ പോരാ. കൂടാതെ കണ്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ പെഡസ്ട്രിയൻ ക്രോസ്, സീബ്ര ലൈൻസോട് കൂടിയ പെഡസ്ട്രിയൻ ക്രോസ് വിടണം. അപ്പം ഞാനൊക്കെ നടന്നു പോകണ്ട നിങ്ങൾക്ക് വിഷമം തോന്നും. നടപ്പാതകളൊക്കെ ശരിയാക്കി വെക്കണം. വയസ്സായവർക്ക് അല്ലെങ്കിൽ ഈ കുഴികളും കുണ്ടുകളും ഒക്കെ വരുന്ന സ്ലാബൊക്കെ വീണിട്ട് ബുദ്ധിമുട്ടാണ് നടക്കാൻ.
സൗകര്യം ഉണ്ടാക്കുന്നത് നല്ലതുപോലെ ഈ ഫുട്പാത്തിൽ ഉള്ള ബാക്കി ഓരോരോ സാധനങ്ങൾ വെക്കലും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. പ്രായമായവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് നടക്കാൻ. അതൊക്കെ ശരിയാക്കുന്നത് വളരെ നല്ലതാണ്. ഓട ക്ലീൻ ചെയ്യാതിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വന്ന് നിറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് കോർപ്പറേഷൻ ചെയ്താൽ ബുദ്ധിമുട്ടില്ല. മറ്റത് നിറഞ്ഞ ചെറിയ കാനകളിലേക്കൊക്കെ വലിയ കാനകളിൽ നിന്ന് വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. വീടുകളിലേക്ക് അടക്കം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം നല്ലതായിട്ട് കയറിയിരുന്നു. കഴിഞ്ഞ വർഷം അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇത്തവണ വലിയ മഴ വരാത്തതുകൊണ്ട് വീടുകളിലേക്ക് കയറുന്നു. എന്നാലും ചില താണ സ്ഥലങ്ങളിൽ കയറി. നഗരത്തിലെ പ്രധാന റോഡുകളിലും ഇടറോഡുകളിലെയും നടവഴികളിലൊക്കെ ഇങ്ങനെ അപകടം പതിയിരിക്കുന്നുവെന്നാണ് ന്യൂസ് 18 സംഘത്തിന് കണ്ടെത്താനായത്. മഴക്കാലം വന്നാൽ വെള്ളക്കെട്ടും റോഡ് ഏതാണെന്നും ഓട ഏതാണെന്നും തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ മാലിന്യ കൂമ്പാരം കൊണ്ട് കൊച്ചിയിലെ ജനങ്ങൾ അസഹനീയമാം വിധം അവരുടെ ജീവിതം ദുസ്സഹമാകുമ്പോൾ അധികൃതർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം ഇനിയും ബാക്കിയാവുകയാണ്. പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.